രാവിലെ എഴുന്നേറ്റ് വെള്ളക്കോട്ടൊക്കെ തേച്ച് മടക്കി ബാഗിൽ വെച്ച് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഞാൻ ലാബ് ടെക്നീഷ്യൻ്റെ കുറേ വീഡിയോകളിട്ടപ്പം കുറേ കുട്ടികൾ എന്നോട് ഡൗട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതിയോ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ? അങ്ങനെ ചില കോളേജുകളിൽ നിന്ന് പറഞ്ഞു. +2 പഠിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോഴെന്ന്. എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ആൾക്കാർക്കുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനോട് കൂടി അല്ല, 5ാം ക്ലാസ്സും ഗുസ്തിയുള്ളവരെയും വരെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കും. അത് എനിക്ക് ഉറപ്പുള്ള കേസാണ്. എൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ BSS പോലുള്ള കോഴ്സുകൾക്ക് 10ാം ക്ലാസ് ഫെയിൽ ഓക്കെയാണ്, +2 ഫെയിൽ ഓക്കെയാണ്. +2ൽ ഏത് സബ്ജക്റ്റ് എടുത്താലും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ വാല്യൂ ആയിട്ടുള്ള പാരാമെഡിക്കൽ അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ +2 സയൻസ് പാസ്സായിരിക്കണേ. അപ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന കോളേജുകളിലോ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ പറയുവാണ്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി, +2 പഠിക്കേണ്ട ആവശ്യമില്ല, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനോട് നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിത്തം നിർത്തിയാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ കോഴ്സിന് പോയിട്ട് 2 വർഷം വേസ്റ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. വേറെ ഏതെങ്കിലും ഫീൽഡിലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ ഒരു ജോലിക്ക് പോകാൻ നോക്കാം. പക്ഷേ പാരാമെഡിക്കലിന് ഒരിക്കലും നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ രക്ഷിക്കാനിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മളെ പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയി പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ചേരുക ഗൈസ്. അപ്പോൾ ബൈ.